ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി വീഡിയോ. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും സുഖമായിരിക്കാൻ എപ്പോഴും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട് എങ്ങനെ പോസിറ്റിവിറ്റി ആക്കി സൂക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള 2-3 കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അതിന് എനിക്ക് കിട്ടിയ സപ്പോർട്ട് വളരെ വലുതാണ്. എന്നെ സംബന്ധിച്ച് ഓരോ വ്യൂസും അത്രയേറെ വാല്യുബിളാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിനെല്ലാവർക്കും സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓരോ വീട്ടമ്മമാർക്കും വേണ്ടിയുള്ളതാണ്. അതായത് എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ തോന്നിയിട്ടുള്ള, ഞാൻ അനുഭവിച്ചിട്ടുള്ള ചില നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് മിക്കവർക്കും അറിയായിരിക്കും, പക്ഷേ അറിഞ്ഞിട്ടും ചില ആൾക്കാർ അതിനൊരു സ്റ്റെപ്പ് എടുക്കാതെ മുന്നോട്ട് പോകുന്ന ധാരാളം വീട്ടമ്മമാർ നമുക്കിടയിലുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ് എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം തന്നെ വലിച്ചു നീട്ടാതെ ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറയാം. ഏതൊരു വീട്ടമ്മയും ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കിട്ടുന്ന ഒരു തുക, നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നും, അതല്ല ഇപ്പോൾ ഹസ്ബൻഡ് കൊണ്ട് തരുന്ന പൈസ, അല്ലെങ്കിൽ ഇപ്പോൾ മക്കളൊക്കെ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ അവരാരെങ്കിലും ഒക്കെ നമുക്ക് തരുന്ന ആ ഒരു നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഒരു കാശ്, അത് സമ്പാദ്യം, അതെത്രയായാലും നമ്മുടെ വീട്ടു ചിലവുകൾക്ക് വേണ്ടിയും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ വിനിയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒരു തുക നമ്മൾ ആരും അറിയാതെ സൂക്ഷിക്കണം, നിർബന്ധമായി സൂക്ഷിക്കണം. ഇത് മറ്റാരോടുമായി, വീട്ടിലുള്ള ഒരു വ്യക്തികളുമായി ഷെയർ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നമ്മുടെ കയ്യിൽ ഒരു തുക ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഉപകാരപ്രദമായ, മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ഒരു വീട്ടമ്മയുടെ കയ്യിൽ ഒരു തുകയുണ്ടെങ്കിൽ മാത്രമേ ആ വീട്ടിലെ മക്കൾക്കൊരു അത്യാവശ്യം വന്നാലോ ഹസ്ബൻഡിൻ്റെ ഒരു അത്യാവശ്യം വന്നാലോ ഒക്കെ നമുക്ക് എടുക്കാൻ കഴിയുമെന്ന് ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരു തുക ആ വീട്ടമ്മയുടെ കയ്യിലാണ്. എന്തിന്? വീട്ടമ്മയ്ക്കൊരു അസുഖം വന്നാൽ ഈ പറയുന്ന ആരും ചിലപ്പോൾ നമുക്ക് തന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു, അപ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്, നമ്മൾ നമുക്ക് വേണ്ടി 1 രൂപയും മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ മക്കളോട് പോയി ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ തരില്ല. ഹസ്ബൻഡിനോട് ചോദിക്കുമ്പോൾ കൊടുക്കുന്ന ഹസ്ബൻഡ്സും ഉണ്ട്, മക്കളും ഉണ്ട്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും നമ്മൾ നമ്മുടെ ആവശ്യത്തിന് പോയി ചോദിച്ചാൽ തന്നുകൊള്ളണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തുക നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. അത് മറ്റാരോടും ഡിസ്കസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും നമുക്ക് പൈസ വരുമ്പോഴും നമ്മളത് ഒരു ചെറിയ തുക, ഇപ്പോൾ 100 രൂപ കിട്ടുകയാണെങ്കിൽ ഒരു 10 രൂപ എന്നുള്ള കണക്കിന് നമ്മളെ കയ്യിൽ എത്ര രൂപ വരുന്നോ അതിൻ്റെ ഒരു ശതമാനം രൂപ നമ്മൾ കൃത്യമായും കോൺസ്റ്റൻ്റായി മാറ്റി വെച്ചുകൊണ്ടേയിരിക്കണം. ഞാനിതെൻ്റെ ജോലി ചെയ്യുന്ന സമയം, അതായത് ചെറുപ്പമായിരുന്ന നാളുകളിൽ ഒന്നും സൂക്ഷിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ അതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ആ കാര്യങ്ങൾ പിന്നീട് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഇപ്പം ഞാൻ വെക്കുന്നുണ്ട്. ഈ വൈകിയ വേളയിലും എനിക്ക് ആ തിരിച്ചറിവുണ്ടായപ്പോൾ ഞാൻ വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരോടും ഞാനത് പറയുന്നത് കേട്ടോ. ഒരു ഹെൽത്ത് ഇഷ്യൂ വീട്ടിലുണ്ടെങ്കിൽ അല്ലാതെ മറ്റൊരു കാര്യത്തിനും നിങ്ങൾ ആ പൈസയിൽ തൊടാൻ പോകരുത്. ഓക്കെ, ഇതൊരു പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട് നീറ്റായി വയ്ക്കുക, വീട്ടിന് വേണ്ടിയുള്ള എല്ലാ ജോലികളും നമ്മൾ ചെയ്യുക. പുറത്ത് പോയി ജോലി ചെയ്ത് സമ്പാദിച്ച് അതും വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വീട്ടമ്മമാരാണ് നമ്മളിലധികവും, ഞാൻ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി നമുക്ക് ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ തോന്നും അല്ലേ. പല രോഗങ്ങളും നമുക്ക് ഒറ്റയടിക്കല്ല വരുന്നത്. പല സമയങ്ങളിൽ നമുക്കതിൻ്റെ സൂചനകൾ നമുക്ക് കിട്ടും. തലകറക്കം പോലെ തോന്നുന്നവരുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തലവേദന വരും. അപ്പോൾ നമ്മളൊരു ടാബ്ലറ്റ് കഴിക്കുന്നു, നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യുന്നു, നമ്മൾ അവഗണിക്കുന്നു. ഓക്കെ, ഈ തലവേദന ഇങ്ങനെ വന്നതാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കാലുവേദന, കൈവേദന, ശരീരത്തിൽ എവിടെയെങ്കിലും തടിപ്പുകൾ ഉണ്ടാവുക, ഇതൊക്കെ നമ്മളൊരു നോർമലാണ്. ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചിന്തിക്കുന്നു. നമ്മളെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാറില്ല. അങ്ങനെ ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഒരു വീട്ടമ്മയ്ക്ക് തോന്നിയാലും അപ്പോൾ തന്നെ അതിന് വേണ്ട ഡയഗ്നോസിസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കുക. രോഗമില്ലെങ്കിൽ ഓക്കെ, ഹാപ്പിയല്ലേ. പക്ഷേ നമ്മളത് വെച്ചുകൊണ്ടിരിക്കരുത്. ആർക്ക് വേണ്ടിയും
നമ്മളെ സാക്രിഫൈസ് ചെയ്തതുകൊണ്ട് നമ്മുടെ ജീവൻ പോകും എന്നുള്ളതിലല്ലാതെ മറ്റുള്ളവരൊക്കെ അവരുടെ ജീവിതം സുഖമായി ജീവിച്ചോളൂ. നമുക്ക് തോന്നും ഇപ്പോൾ ഓക്കെ, പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുമക്കളുള്ളവരുടെ അമ്മമാരാണെങ്കിലും ആ കുഞ്ഞുങ്ങളെ നോക്കണമെങ്കിൽ നമുക്ക് ഹെൽത്ത് വേണമല്ലോ. അല്ലാതെ പ്രായപൂർത്തി എത്തി അവരവരുടെ ജീവിതം ജീവിക്കുന്ന മക്കളോ അല്ലെങ്കിൽ മറ്റാരുമോ നമ്മളെ നോക്കുമെന്ന് പറഞ്ഞ് നമുക്ക് ഇത് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അവഗണിക്കരുത്. അത് ഫസ്റ്റിൽ ഏറ്റവും ആദ്യം സമ്പാദ്യമൊക്കെ വയ്ക്കുന്നതിനേക്കാൾ ഫസ്റ്റിലാണ് ഈ പോയിൻ്റ് പറയേണ്ടിയിരുന്നത്. ഇതിപ്പോൾ സെക്കൻഡായിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ഇത് ഇന്നത് പറയണമെന്ന് മാത്രമേ വിചാരിക്കുകയുള്ളൂ. ആ പോയിൻറ്റ്സൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് എഴുതി വെച്ച് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് അതിൽ ക്ഷമിക്കുക കേട്ടോ. ഈ പോയിൻ്റാണ് ഫസ്റ്റ്. നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം. ഇനി നമ്മുടെ വീട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ്, ഫോർ എക്സാമ്പിൾ ഒരു വീട് കുഞ്ഞു വീടായാലും നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ അതിൽ ചിലപ്പോൾ നമ്മുടെ മണി ഉണ്ടാവും, ഹസ്ബൻഡിൻ്റെ മണി ഉണ്ടാവും, രണ്ടുപേരും ചേർന്നുണ്ടാക്കിയ സമ്പാദ്യം ഉണ്ടാവും. അപ്പോൾ അതൊരിക്കലും ഹസ്ബൻഡിൻ്റെ പേരിൽ മാത്രം വാങ്ങുക എന്നുള്ളതിനോട് നമ്മൾ ഒരിക്കലും യോജിക്കരുത്. കാരണം രണ്ടുപേരുടെ സമ്പാദ്യമുണ്ട്. ഇനിയിപ്പോൾ രണ്ടുപേരുടെ സമ്പാദ്യമില്ല, അങ്ങനെയാണ് ഒരു വീട്ടമ്മ ആയിരിക്കുന്ന ആൾ പുറത്ത് ജോലിക്ക് പോകുന്നില്ല, അവർ വർക്കിംഗ് ലേഡി അല്ല എന്നിരിക്കട്ടെ, എന്നാൽ അവർ ആ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്. ശമ്പളമില്ലാത്ത ഒരു ജോലി, എത്ര ശമ്പളം കൊടുത്താലും നമുക്ക് മതിയാവാത്ത ഒരു ജോലിയാണ് നമ്മുടെ ഹൗസ് മേക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീട് നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത്. അതിന് നമുക്ക് ഒന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു വീട് വാങ്ങാൻ പോകുന്ന സമയത്ത് ഹസ്ബൻഡിനോടും സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇതിൽ തുല്യ പങ്കാളിത്തം വയ്ക്കുക. ഈ വീട്ടിൽ തുല്യ ഹസ്ബൻഡിനും വൈഫിനും ഒരേപോലെ അവകാശം വെച്ച് നമ്മൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ചില ഹസ്ബൻഡ് നമ്മൾ പറയാതെ തന്നെ വയ്ക്കും, ചിലർ അതിന് ഓക്കെ ആവില്ല. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, എന്നെങ്കിലും ഒരു സമയം ഈ ഹസ്ബൻഡ് നമ്മളെ വിട്ടു പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ഇത് ആ ഹസ്ബൻഡിൻ്റെ പേര് മാത്രം ഇരിക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അയാളുടെ ഒരു കാലശേഷമായിരിക്കും ആ വസ്തു വീണ്ടും കിടക്കുകയാണെങ്കിൽ വൈഫിനും മക്കൾക്കും ഒക്കെ അതെടുക്കുക. അതിന് ഒരുപാട് നിയമവശങ്ങളുണ്ട്. കയറി ഇറങ്ങി നമ്മൾ നമ്മുടെ ജീവിതം ഏറെക്കുറെ ഓൾറെഡി തുലച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ വീണ്ടും നമ്മൾ നടക്കുക എന്ന് പറയുന്നത് അതിലും ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ നമ്മുടെ പേര് ഹസ്ബൻഡിന് വാങ്ങിയാൽ അത് വൈഫിനും അല്ലേ എന്ന് സ്നേഹമുള്ള വീടുകളിൽ പറയാറുണ്ട്. പക്ഷേ സ്നേഹം വേറെ, ലീഗൽ സൈഡ് വേറെ. ലീഗലി നിയമപരമായി നമ്മുടെ പേര് ആ ഡോക്യുമെൻറ്റിൽ ഉണ്ടെങ്കിലാണ് നമുക്കതെടുത്ത് കൈകാര്യം ചെയ്യാനും നമ്മുടെ കുടുംബം സുഗമമായി ഒരു ഭർത്താവില്ലാതെ വരുന്ന അവസരത്തിൽ നമുക്ക് താമസിക്കാനും അതുപോലെ തന്നെ നമുക്ക് മറ്റു ബുദ്ധിമുട്ടുകളില്ലാതെ കഴിയാനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നുള്ള തിരിച്ചറിവ് ഓരോ വീട്ടമ്മയ്ക്കും ഉണ്ടാവേണ്ടതാണ്. എന്ന് വിചാരിച്ച് വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി നമ്മുടെ പേരവിടെ എഴുതി ചേർക്കണം എന്നല്ല ഞാൻ പറയുന്നത്. സ്നേഹപരമായി നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അഥവാ അവരതിന് കീഴ്പ്പെടുന്നില്ല, ഇല്ല എൻ്റെ പേര് മാത്രമേ ഞാൻ വാങ്ങൂ എന്ന് ഈഗോയിസ്റ്റിക്കായി പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങളപ്പം തിരിച്ചറിയുക, ഈ ഹസ്ബൻഡിൻ്റെ മനോഭാവം, നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ നമ്മുടെ പേരിന് മാത്രം വാങ്ങാനല്ല പറയുന്നത്, രണ്ടുപേരുടെയും പേര് ചേർത്തുകൊണ്ട് വാങ്ങാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു യൂണിറ്റി ഇല്ല, അല്ലെങ്കിൽ നമ്മളോട് അവർ കാണിക്കുന്ന സ്നേഹം പരമമായ ഫേക്ക് ആണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു മാർഗം കൂടിയാണിത്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട സ്റ്റെപ്പുകൾ നമ്മൾ ആലോചിച്ചെടുക്കണം. ഓരോ സ്ത്രീയും അതിന് കരുത്തുള്ളവരായി മാറണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ വഴക്കുണ്ടാക്കി നമുക്ക് സൈലൻ്റായി തീരുമാനങ്ങൾ എടുക്കാമല്ലോ. അപ്പോൾ സൈലൻ്റായി എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുടുംബം ഒരുമിച്ച് പോവുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ. പക്ഷെ ആൾക്കാർ നമ്മളോട് നിൽക്കുന്നത് ഫേക്കായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹം ഫേക്കാണെങ്കിൽ, പിന്നെ അവിടെ കടിച്ചു തൂങ്ങി നമ്മുടെ ശിഷ്ടകാലം ജീവിച്ച് തീർക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കഴിവിൻ്റെ പരമാവധി നമ്മൾ തുടർന്ന് നല്ല രീതിയിൽ സ്നേഹപരമായി കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊരു കാര്യം. ആദ്യം ഞാൻ സമ്പാദ്യം വെക്കണമെന്ന് പറഞ്ഞു. വീടെന്തെങ്കിലും ഈവൻ വാടക വീടായിക്കോട്ടെ, വാടക വീട്ടിൽ താമസിക്കുന്ന രണ്ടാൾക്കാർ തമ്മിൽ എഗ്രിമെൻറ്റ് വയ്ക്കുമല്ലോ. അപ്പോൾ വീടിൻ്റെ ഒരു ഡെപ്പോസിറ്റ് തുക കൊടുക്കണം. അപ്പോൾ ആ ഡെപ്പോസിറ്റ് വെക്കുമ്പോൾ ഹസ്ബൻഡിനും വൈഫിനും തുല്യതായിട്ട് വെക്കണം. കാരണം ഈ ഹസ്ബൻഡിൻ്റെ പേര് മാത്രം വെച്ച് കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇയാൾ നമ്മളെ വിട്ടുപോയി അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഈ ഡെപ്പോസിറ്റ് എമൗണ്ട് ഹസ്ബൻഡിന് മാത്രമേ ആസ് പെർ എഗ്രിമെൻറ്റ്
ഹൗസ് ഓണർ കൊടുക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ യാതൊരു കാര്യങ്ങളും നമുക്കൊന്നും കിട്ടാതെയാവും. നമുക്ക് വീടും ഇല്ല, പൈസ ഇല്ലാത്ത അവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കെയർ ചെയ്യുക. ഇത് ഓരോ വീട്ടമ്മയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ വീഡിയോ ആയിട്ട് ഇടും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ റിലേറ്റബിളായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി എനിക്കൊന്ന് മെസ്സേജായി ഇടുകയാണെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. കാരണം ഇതുപോലെയൊക്കെ വിഷമതകൾ അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊരു ഇൻസ്പിറേഷനാകും എന്ന് കരുതിയാണ് ഞാൻ എൻ്റെ ഓരോ വീഡിയോ ഇടുന്നത്. ഇതെൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് കൂടിയാണ്. ഞാൻ മുമ്പ് ഒന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇപ്പോൾ എല്ലാത്തിലും ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കുറച്ച് വൈകിപ്പോയി എന്ന് തോന്നുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് സ്നേഹം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മാത്രം പെട്ട് നമ്മുടെ റൈറ്റ്സ്, നമ്മുടെ അവകാശങ്ങൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല എന്ന് ഞാൻ ഓരോ വീട്ടമ്മയെയും ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു അവയർനെസ് വീഡിയോ ആയി എടുത്താലും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല രീതിയിലുള്ള ഡ്രസ്സസ് അവരവർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ, ആ രീതിക്ക് ഓരോരുത്തരും അവരവരുടെ ഡ്രസ്സസൊക്കെ തിരഞ്ഞെടുത്ത് സന്തോഷത്തോടെ നല്ല ഡ്രസ്ഡപ്പ് ആയി എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൂടെ ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഓരോ വീട്ടമ്മയും ഒരു ദിവസം കുറച്ച് സമയം പഠിക്കാനായി വിനിയോഗിക്കുക. ഈ പഠിക്കുക എന്ന് പറയുന്നത് വായനയാകാം, ചെറുകഥ, അല്ലെങ്കിൽ അവരവർക്ക് ഇഷ്ടമുള്ള ഈവൻ ന്യൂസ് പേപ്പേഴ്സ് വായിക്കാം. അതും ഇഷ്ടമില്ലെങ്കിൽ ചെറുകഥകൾ വായിക്കാം. അങ്ങനെ നമ്മൾ വായിക്കുകയും അതുപോലെ തന്നെ ഒരു പേജെങ്കിലും നിങ്ങളൊരു 10 സെൻറ്റൻസസ് എങ്കിലും ഒരു ദിവസം എഴുതാൻ ശ്രദ്ധിക്കണം. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഓക്കെ, വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങൾ ദിവസം എഴുതുക. അത് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ റീഡിങ് സ്കിൽസ് അത് ഡെവലപ്പ് ചെയ്യും. നിങ്ങൾ പഠിച്ചത് ഓരോ ദിവസവും ഓരോ പുതിയ ലെസൺസ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ഞാൻ പറയാൻ കാരണം, പല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വീട്ടമ്മമാരും പുറത്ത് ജോലിക്ക് പോകാതെ വീട്ടുകാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന വീട്ടമ്മമാർ ചിലപ്പോൾ ഒരു ബാങ്കിൽ പോകുമ്പോഴോ അവിടെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഒപ്പിടാൻ പറയുമ്പോൾ പോലും കൈ വിറയ്ക്കുകയും ഒരുപാട് നാളുകൊണ്ട് എഴുത്തുകളെല്ലാം എഴുതാതെ മറന്നുപോയി. കാരണം അവർക്ക് ഒപ്പിടാനുള്ള, നമ്മൾ എന്തും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രാക്ടീസ് ഇല്ലാതെ വരുന്നതിൻ്റെ അഭാവം, വായനയുടെ കുറവ്, അല്ലെങ്കിൽ എഴുതാതെയുള്ള ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് അവർക്കൊരു ഫോം ഫില്ല് ചെയ്യാൻ തന്നെ മറ്റൊരാളിൻ്റെ, അവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, പക്ഷേ മറ്റൊരാളിൻ്റെ കയ്യിൽ കൊടുത്താൽ മാത്രമേ ചിലപ്പോൾ സാധിച്ചെന്ന് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു പേജ് എഴുതുക. ആ എഴുതുന്നത് ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഒരു ശ്ലോകമോ, അതും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് ഉണ്ടാക്കാം. 10 കാര്യങ്ങൾ എഴുതുക. എനിക്ക് ഇന്നത്തെ ദിവസം സന്തോഷമായി പോയി, അതിന് നന്ദി, യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് 10 ലൈൻസ് എഴുതി വയ്ക്കാം. അങ്ങനെ എഴുതുന്നത് വഴി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആത്മവിശ്വാസവും കോൺഫിഡൻസും കാര്യങ്ങളും എല്ലാം ബൂസ്റ്റപ്പ് ആയി മാറുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഓരോരുത്തരും പഠിക്കുക, എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ 10 ദിവസം എഴുതാതിരിക്കുമ്പോൾ എനിക്ക് 11ൻ്റെ അന്ന് എഴുതാൻ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ മെമ്മറിയെയും കീപ്പപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്ക് പ്രായം ചെല്ലും തോറും നമ്മുടെ മെമ്മറി ചിലർക്കെങ്കിലുമൊക്കെ ലോസ് ആയിക്കൊണ്ടിരിക്കും. പണ്ടുണ്ടായിരുന്ന അതേ മെമ്മറി ഇപ്പോഴും ഉണ്ടാവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഓരോന്നും ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഓരോ വീട്ടമ്മയെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പറയുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ഇങ്ങനെ ഏതെങ്കിലും വീട്ടമ്മയ്ക്ക് ഇത് റിലേറ്റബിളായി തോന്നിയെങ്കിൽ മറക്കാതെ കമൻറ്റായി അറിയിക്കണേ. അപ്പോൾ ഇനിയും ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. വീഡിയോ ലെങ്തി ആവും. ഞാനിതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് തീർച്ചയായും ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്.